ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെ ചിട്ടകൾ പാലിക്കേണ്ടത് കാരണം കൊണ്ട് ഭദ്രകാളി ദേവി പാവക്കൂത്ത് കാണുവാൻ വരുന്നു എന്നാണ് സങ്കല്പം. ദാരികാസുര വധവും രാമരാവണ യുദ്ധവും ഒരേ സമയത്തായിരുന്നു അത്ര. അതുകൊണ്ട് ഭദ്രകാളിക്ക് രാമരാവണ യുദ്ധം കാണുവാനുള്ള സാഹചര്യം ഉണ്ടാകാത്ത കാരണം കൊണ്ടാണ് ഭഗവാൻ തന്നെ സാക്ഷാൽ പരമേശ്വരൻ തന്നെ കമ്പന അവതരിച്ചുകൊണ്ട് കമ്പരാമായണം ചിട്ടപ്പെടുത്തിയത്. ആ കമ്പരാമായണത്തിന്റെ കഥ തോൽപ്പാവക്കൂത്തുന്ന കൂത്തുമാടത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് വിഘ്നേശ്വര സ്തുതിയോടുകൂടി ദേശക്കാരുടെയും നാട്ടുകാരുടെയും അതുപോലെ എല്ലാവരുടെയും അകമ്പടിയോടുകൂടിയാണ് ദേവിയെ ക്ഷേത്ര തിരുസന്നിധിയിൽ നിന്ന് ആവാഹിച്ചുകൊണ്ട് കൂത്തുമാടം എന്ന് പറയുന്ന ഈ വേദിയിലേക്ക് ആനയിക്കുന്നത്. അങ്ങനെ ആനയിക്കുമ്പോഴുള്ള ചടങ്ങാണ് വിഘ്നേശ്വര സ്തുതിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ആ ചടങ്ങ് ഇവിടെ തുടങ്ങുകയാണ്.
നടിതൊഴും കരുണിത തമിഴ് തൊടുക്കിന്റെ ബഹുവിദ്യ വന്തവിടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തുകൊള്ളതാ. തോൽപ്പാവക്കൂത്ത്, അയ്യപ്പച്ചരിതം. പരമ്പരാഗതമായി രാമരാവണ യുദ്ധകഥ അവതരിപ്പിച്ചു പോന്ന തോൽപ്പാവക്കൂത്ത് എന്ന ഈ ജനകീയ കലാരൂപത്തിൽ ആദ്യമായി അയ്യപ്പചരിതം ഇതിവൃത്തമാവുകയാണ്. തോൽപ്പാവക്കൂത്ത്, അയ്യപ്പചരിതം. ശംഭോ രുദ്ര മഹാദേവ സ്വാമിയേ ഹരിഹര സുതനേ സ്വാമി അയ്യപ്പൻ തൻ ചരിതമുരപ്പാൻ മൂർത്തികൾ മൂവരും തുണയായിടനേ. സ്വാമി അയ്യപ്പൻ തൻ ചരിതമുരപ്പാൻ
അർക്കചന്ദ്രാദികൾ അഷ്ടവസുക്കളും മാമുനിമാരവ തുണയരുളേണമേ. വാണി മാതാവും നാവിലുണ്ടാകണേ. ഉമയും ശ്രീരമയും നൽ കൃപ ചൊരിയേണമേ. വാണി മാതാവും നാവിലുണ്ടാകണേ. ഉമയും ശ്രീരമയും നൽ കൃപ ചൊരിയേണമേ. മൂലവിനായക തുണയരുളേണമേ. മൂർത്തികൾ മൂവരും തുണയരുളേണമേ. മൂലവിനായക തുണയരുളേണമേ. മൂർത്തികൾ മൂവരും തുണയരുളേണമേ. ഇനി നമുക്ക് ഗുരുനാഥന്മാരെ വണങ്ങിക്കൊള്ളലാം. அப்படியாகட்டும். ആദ്യ ഗുരുവാകിയ ശ്രീ വേദവ്യാസ മഹർഷിക്ക്, ശ്രീ പാദം നമസ്കാരം. ശ്രീ വാൽമീകി മഹർഷിക്ക്, ശ്രീ പാദം നമസ്കാരം. മഹാഗുരുവാകിയ കമ്പർ മഹാകവിക്ക്, ശ്രീ പാദം നമസ്കാരം. അയ്യപ്പ പിതാവ് പമ്പ രാജാവിന്, ശ്രീ പാദം നമസ്കാരം. പിന്നെ 33 ദേവന്മാർക്ക്, ശ്രീ പാദം നമസ്കാരം. മാമുനി മുക്തന്മാർക്ക്, ശ്രീ പാദം നമസ്കാരം. സർപ്പരാജൻ ശ്രീ വാസുവിക്ക്, ശ്രീ പാദം നമസ്കാരം. ഇപ്പടി അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ ദേവീ ദേവ പിതാമകന്മാർക്കും അനന്തം കോടി ശ്രീ പാദം നമസ്കാരം. നാമളും പോയി വിടുവോ. ഹരി ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. സഭയോടെ കുലമിത് ചിന്തയാമി. നാട്ടുധർമ്മിയാകിയ ഞാനിത് രംഗാവതരണം ചെയ്തുവിട്ടേ. നിങ്ങൾക്ക് നമസ്കാരം നമസ്കാരം. നാരായണ നാരായണ. ഹേ ഹേ, வாருங்களே வாருங்கள். நாட்டு தர்மியாகிய உங்களுக்கு நமஸ்காரம் விதூஷகரே. உங்கள் வரவின் உத்தேசம் என்ன? இங்க என்ன നാടകമാകും? കോടി നമസ്കാരം. നാട്ടുധർമ്മിയാകിയ ഞാൻ എല്ലായ്പ്പോഴും രാമകഥ പാടി ജന മനസ്സുകളിൽ സംഘർഷത്തെ തീർത്തവരാകില്ല. இந்த காலம் கலியுகம் அல்லவா? கலியுகத்தில் அநீதி, அக்கிரமம், கொள்ளை, கொலை இவையெல்லாம் நடமாடிக்கொண்டிருக்கிறது. அதுக்காக கலியுக வரதனாகி ஐயப்ப சுவாமியே சரணம் பிராபிக்க வேண்டும். சுவாமியே சரணமையப்பா. ஐயப்ப சுவாமி கதை இந்த இடத்திலே நடக்கப் போகிறது. அதை நமக்கு பார்க்கலாம். നാരായണ നാരായണ. പാർക്ക വേണം പാർക്ക വേണം. ഹരിഹരപുത്രനാകിയ ശനിയുടെ അവതാരമാകിയ കലിയുഗ വരദനാകിയ ശ്രീ അയ്യപ്പർ കഥ നമുക്ക് പാർക്കലാം. இந்த உலகத்திலே മാനഹാനി, മനോദുഃഖം, ദാരിദ്ര്യം, അനീതി, അക്രമങ്ങൾക്കെല്ലാം ഒരു നിവാരണം കാണാൻ വേണം. അതുക്കാക അയ്യപ്പരേ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. നാരായണ നാരായണ. ഇത്രേ ജഗത്തിനെല്ലാം ശ്രീ വിളങ്ങണേ.
வித்யாதர ஸ்திரீகளே, நாம் உங்களில் பிரசன்னவதியாய் விட்டோம். இதோ உங்களுக்கு அன்று விரிஞ்ச கல்ஹார சேமந்த புஷ்பங்களினால் செய்யப்பட்ட ஒரு மாலையை இதோ தந்து கொள்கிறேன். உங்களுக்கு எல்லா வரசித்திகளும் நான் நல்கிக் கொள்கிறேன். அப்படியாகட்டும் தேவி, நாங்கள் மாலையை வாங்கிக் கொள்கிறேன். உங்களுக்கு மங்களம் பவந்து. ஹாய் ஹாய், நல்ல சௌந்தரியமேறின மாலை. இது ஆர்க்காவிடம் கொடுக்க வேண்டியது? ശിവശിവാ ഹരഹര, ശിവശിവാ ഹരഹര. ഹേ ശിരോമണികളെ, സൗഖ്യമല്ലവാ? ശരണം ശരണം ദുർവാസാ മഹർഷി. எங்களுக்கு லக்ஷ்மி மாதாவின் வரப்பிரசாதத்தால் ஒரு விசேஷமான மால்யம் கிடைச்சிருக்கு. இந்த மாலையை ஆருக்கு கொடுக்க வேணும் என்று நினைச்சிருக்கும் போதாகிலும் உங்களுடைய வரம். இந்த சுரவிட மாலையை நின்றிருவடி സ്വീകരിக்க வேண்டும் மாமனே. அப்படியாகட்டும் ശിരോമണികളെ, മാലയെ സ്വീകരിക്കുവേ. ശിവശിവാ ഹരഹര, ശിവശിവാ ഹരഹര. இந்த விசிஷ்டமான மாலை ஆர்க்கு கொடுக்க வேண்டியது? பரமேஸ்வர சுவாமிக்கு இந்த மாலியத்தை கொடுத்தாலோ? വേണ്ട വേണ്ട. ഇതൊക്കെ മുന്നേ സ്വന്തം ശരീരത്തെ പാർവതിക്ക് പകർത്ത് കൊടുത്ത ശിവൻ இந்த മാലയും 2 കഷമാക്കിയിടുവാൻ. ஆனால் ചതുർമുഖനായ ബ്രഹ്മദേവർക്ക് കൊടുത്താലോ? അയ്യോ, 4 കഴുത്തിലും കൂടി ഒരു മാല, അത് ശരിയാവാതെ. വേണ്ട വേണ്ട. സാക്ഷാൽ നാരായണസ്വാമിക്ക് കൊടുത്താലോ? പങ്കജമുഖികളാകിയ ഭൂമിദേവിയും ലക്ഷ്മിദേവിയും മഹാവിഷ്ണുവെ പിരിയാമൽ സമീപത്തിലേ ഇരിക്കുകയാൽ അതിനാൽ കലഹത്തിക്ക് കാരണമായി വിടും. അതും വേണ്ട. സ്വർഗലോകാധിപതിയാകിയ ആദകേയൂര കടകുണ്ടലധാരിയായി സപ്തമേകാധിപതിയാകിയ 33 കോടി ദേവകൾക്കും അധിപനാകിയ ദേവേന്ദ്രന് കൊടുത്താലോ? അതാകും ശരി. ദേവേന്ദ്രനല്ല പറയുന്നത്. ദേവേന്ദ്രനാകിയ ഞാൻ ദിനംതോറും നടത്തിവരപ്പെട്ട ഊരുവലം പ്രജാക്ഷേമത്തുക്കാകെ നടത്തിക്കൊള്ളുകേൻ. നടനടോ നട. അഹോ, ദുർവാസാ മഹർഷിയല്ലവാ വരികരുത്. ശരണം ശരണമേ ദുർവാസാ മഹർഷിയേ. ഹേ ദേവേന്ദ്ര, ഇതോ ലക്ഷ്മി ദേവിയാൽ ദത്തമായ മാന്യത്തെ നീ സ്വീകരിച്ചു കൊള്ളുവായി. இந்த മാന്യത്തെ ആനയെ ഓട്ടുംപടിയാന തോട്ടിയിനാലെ വാങ്ങി ആനയുടെ മസ്തകത്തിൽ ഇതോ വൈത്തു കൊള്ളുകേൻ. இந்த மாலையை எடுத்து சவுட்டி தேய்க்கிறேன். തേരാ. ഇന്ദ്ര, നീ എന്നെയും മാന്യത്തിലൂടെ മഹത്വത്തെയും ഗൗനിക്കാമൽ പോണത്. ഇതോ ഒന്ന് ശമിക്കുക. സ്വർഗലോക വൈഭവങ്ങളെല്ലാം പാലാഴിയിൽ ആണ്ടുപോകട്ടും. നിങ്ങൾക്കെല്ലാം ജരാതര ബാധിക്കട്ടും. അയ്യോ മഹാമുനെ, മഹാമുനെ, അറിവില്ലായ്മയാൽ വന്ന അബദ്ധമാകിലും ശാപമോക്ഷം തരവേണം മഹർഷേ, ശാപമോക്ഷം തരവേണം. ഹേ ഇന്ദ്ര, നീ പാലാഴി മരണം ചെയ്ത് അമൃത് കുതിച്ചാൽ ശാപമോക്ഷം കിടക്കും. നമശിവായ, നമശിവായ, നമശിവായ. വാരായ ദേവകളെ, നമുക്ക് ബാധിച്ച ജരാനരയാൽ നാം അസ്വസ്ഥമായി തീർന്നു. നിവാരണത്തുക്കാക ബ്രഹ്മദേവരിടവും പരമേശ്വര സ്വാമി ഇടത്തിലും നാരായണ സ്വാമി ഇടത്തിലും നമുക്ക് പോകലാം. നടനടോ നട, നടനടോ നട.
സ്വാമിൻ. ഉങ്ക സങ്കടത്തെ ജ്ഞാനം தெரிந்தவனாகிலும் பாலாழி மதனம் செய்து அமர்ந்தெடுத்து உங்கள் சங்கடத்தை தீர்த்து கொள்ளலாம். அதுக்காக தேவ அசுரന്മാர்கள் சேர்ந்து கொண்டு பாலாழி மதனத்தை நடத்த வேணும். എല്ലാവരും പാർക്കടൽ സമീപത്തേക്ക് പ്രയാണം ചെയ്തു കൊള്ളുങ്ങൾ വീരர்களே. നടന്നടോ നടാ, നടന്നടോ നടാ. മൂർത്തി മൂവരും ഒത്തുചേർന്നുടൻ തീർത്തൊരുക്കിയ പദ്ധതി ക്ഷീരവാരിധി പൂക്കൊഴിച്ചൊരു പൂതിയൊക്കെ ലഭിക്കുവാൻ വൈരമൊക്കെ കളഞ്ഞു കശ്യപപുത്രരൊത്തൊരുമിക്കണം. മന്ദരം കടപോലും വാസുകി പാശമായതു ചുറ്റണം. അസുരരും സുരരേന്തി വാൾത്തല ഊറ്റമോടെ മതിക്കണം. എങ്കിലോ മറഞ്ഞുള്ള ദിവ്യമം വസ്തുവൊക്കെ ലഭിച്ചിടും. അമൃതമൊട്ടു കൊടിക്കിലമലരെ പൂർവമാം സ്ഥിതി നേടിടും. തിങ്കളേന്തുമാ തമ്പുരാനുടെ ദൂതനൊത്തതി സാദരം. ക്ഷീരവാരിധി പൂക്കുഹരപദ പങ്കജം തൊഴുതസുരരും. ക്ഷീരവാരിധി പൂക്കുഹരപദ പങ്കജം തൊഴുതസുരരും. മന്ദരത്തെ മത്താക്കി വാസുവിയെ കയറാക്കി വേണുക്കുഴലെ കണയാക്കി ദേവന്മാர்கள் വാൽഭാഗം പിടിക്കും അസുരന്മാர்கள் തലഭാഗം പിടിച്ചുകൊണ്ട് നാട്ടിപ്പൂട്ടി കൂട്ടിക്കെട്ടി പാലാഴി മതനം ഇതു തുടങ്ങിനാങ്ങൾ. പോകലാം പോകലാം, നടന്നടോ നടാ. നടന്നടോ നടാ.
നഖത്തിനാലെ മോഹിനി തുടയക്കരി കുളന്തയെ എടുക്കുകയും എൻ മകൻ കയ്യിൽ പിറന്ന കയ്യപ്പൻ. കയ്യപ്പ 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 കയ്യപ്പ. ഹായ് കുഴந்தை അയ്യപ്പ. ஹர ஹர மகாதேவா, இந்த குழந்தையை கையப்பனே நீங்களே பரிபாலனம் செய்ய வேணும். யார் விட கொள்ளுகிறேன். இந்த குழந்தையை என் பக்தனாகிய பந்தளராஜன் காணத்தக்கதாக இடவரட்டும். இந்த வனத்தில் குழந்தையை இதோ உபேட்சிக்கிறேன். മക്കളില്ല പന്തളരാജൻ ദുഃഖമോടു ഭജിപ്പതു നമ്മെ സുതനായിട്ടിവനെ കൊടുത്താൽ നരസേവനവും ബത ചേരും. മക്കളില്ല പന്തളരാജൻ ദുഃഖമോടു ഭജിപ്പതു നമ്മെ സുതനായിട്ടിവനെ കൊടുത്താൽ നരസേവനവും ബത ചേരും. കൂഴി തന്നെ ഭാരമകറ്റാൻ പോകണം മമ നന്ദനനിന്ന് പന്തളപതി നന്ദനനായി 12 ആണ്ടു വസിക്കുക വേണം. കൂഴി തന്നെ ഭാരമകറ്റാൻ പോകണം മമ നന്ദനനിന്ന് പന്തളപതി നന്ദനനായി 12 ആണ്ടു വസിക്കുക വേണം. நாராயண நாராயண, ஹரியரபுத்திரன் ஐயப்பனல்லவா இங்கே இந்த மண்ணில் கிடக்கிறது? இவன் மகிழ்ச்சிக்கு அந்தகனாய் வர வேண்டவன். நாராயண நாராயண. ലോകകണ്ടകി മഹിഷിയാലതി ശോകമാർന്നു ജഗത്തിന് മുപ്പുരാന്തക തൃപ്പദം തൊഴുതോതിനാൻ മുനി നാരദൻ. മഹിഷി വിക്രമാൽ മഹീലാക്കുമേ പൊറുതിയില്ലാധരിക്കണേ. അവളെ നിഗ്രഹിച്ചുലവു കാക്കുവാൻ ഹരിഹരാത്മജൻ ശരണമേ. അവളെ നിഗ്രഹിച്ചുലവു കാക്കുവാൻ ഹരിഹരാത്മജൻ ശരണമേ. ഹരിഹരപുത്രൻ இந்த மகிழ்ச்சியாளை கொலை செய்வார் நிச்சயம். நாராயண நாராயண. ഹേ മന്ത്രി, നാം പ്രതിമാദമായി നടത്തി വരുന്ന വേട്ടയ്ക്ക് പുറപ്പെടണം. സേവകരെ, നിങ്ങളും വാരുമ്പോൾ. அப்படி ஆகட்டும் சாமி. நடந்தடோ நடா. നടോ നടാ.
പന്തളപതി പുണ്യവാൻ സന്തതികളില്ലാഞ്ഞു ചിന്തയാൽ സന്തപിച്ചു വസിക്കവേ കുണ്ഠലകളുണ്ടായി നാടതിൻ കണ്ടകാതി മൃഗങ്ങളാൽ രക്ഷ ചെയ്വതിനായി മന്നവൻ അക്ഷണം പുറപ്പെട്ടുടൻ കാട്ടിലെ ഹിംസജാതിയേയുടൻ വേട്ട ചെയ്തൊടുക്കിയിടിനാൻ ക്ഷീണമോടധക്ഷോണി നായകൻ വാരി തേടി നടക്കവേ കളകളസ്വന സ്വർഗവാഹിനി പമ്പയാറതു കണ്ടത് ഇമ്പമോടു കുളിനിയമവും അമ്പും വിശ്രമം ചെയ്യവേയത കേട്ടു ബാലകരോദനം കൊഞ്ചലൂമ പിഞ്ചുരോദനം അഞ്ചിലും മനമാക്കുമേ കൊഞ്ചലൂമ പിഞ്ചുരോദനം അഞ്ചിലും മനമാക്കുമേ. പന്തളരാജൻ കുളന്തേ രോദനം കേട്ട് ഇതോ പോകരുത്, നമുക്ക് പാർக்கலாம். അത്ഭുതം, മഹാത്ഭുതം. ഇത് എന്നെ മായയായാലും അസുരന്മാരുടെ ചെയ്ത വേറെതാണോ, അതോ സന്തതി ഭാഗ്യമില്ലാത്ത എനക്ക് എന്നോട് സ്വപ്നം താണോ? ബാലസൂര്യ തേജോമയമായി എന്ന കുളന്തയെ കാട്ടിലേക്ക് ഉപേക്ഷിച്ച് പോണവர்கள் ആരാനാദം ശരി കൊടും ക്രൂരതയാകൽ ചെയ്തു വിട്ടത്. സന്താന ഭാഗ്യമില്ലാത്ത എനക്ക് ദൈവം തന്ന കൺമണി പോൽ വിളങ്ങും പൊന്മണിയെ ഞാൻ എടുക്കപ്പോകരുത്. இந்த കുളന്തേ എനക്ക് നാരായണ നാരായണം. ഹേ പന്തളരാജൻ, ഒന്നുകൊണ്ടും ശങ്ക വേണ്ട. നാരായണ നാരായണ. ശങ്ക വേണ്ട നൃപാലക, മണിത്തങ്കമീ ശിശു ദിവ്യനാം മഹിമയാൽ ലഭ്യമായൊരു നന്മണി പൈതലാണിവൻ. കണ്ടിതോ മണി കണ്ഠത്തിൽ മണികണ്ഠനെന്നിവൻ നാമവും. കണ്ടിതോ മണി കണ്ഠത്തിൽ മണികണ്ഠനെന്നിവൻ നാമവും.